നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കുഞ്ഞാറ്റയാണല്ലോ വിളിക്കുന്നത്. അവരാവശ്യമില്ലാത്ത എന്തെങ്കിലും പറയാൻ വേണ്ടി വിളിക്കുകയായിരിക്കും. കഴിഞ്ഞ തവണ പൂജ ചെയ്ത കാശ് ഇനിയും കുറച്ച് ബാക്കി തരാനുണ്ട്, അത് എടുക്കാൻ നിൽക്കണ്ട. കാശ് തന്നതിൽ എന്തെങ്കിലും കുറവുണ്ടായിരുന്നെങ്കിൽ തനിക്കത് നേരത്തെ പറയാമായിരുന്നില്ലേ? അവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്താണെങ്കിലും ഭക്തർ വിളിക്കുമ്പോൾ കോൾ എടുക്കാതിരുന്നാ നമുക്ക് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ജയ് കാളി. ജയ് കാളി. അപ്പോ അമ്മയുടെ മൗനവ്രതം തീർന്നോ? മൗനവ്രതമോ? ആ, അമ്മ മൗനവ്രതത്തിലാണെന്ന് ദിഗംബരൻ പറഞ്ഞു. അതുകൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും ഞങ്ങൾ അയാളെ വിളിക്കാറ്. വെറുതെ അമ്മയെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. അത് നന്നായി. അമ്മ പറഞ്ഞ വഴിപാടുകളെല്ലാം ഞങ്ങൾ കൃത്യമായി നടത്തുന്നുണ്ട്. ഉണ്ടോ? പിന്നെ ഭാനുമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് അമ്മയ്ക്ക് പകരം കുടുംബക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെക്കുന്നതും വഴിപാട് നടത്തുന്നതും സ്വപ്നയാണ്. അത് കുഴപ്പമില്ലെന്ന് ദിഗംബരൻ ഗിരിയോട് പറയുകയും ചെയ്തു. കുഴപ്പമില്ല, അമ്മ ചെയ്താലും മക്കൾ ചെയ്താലും ഒരുപോലെയല്ലേ? സത്യം പറയാലോ അമ്മേ, അമ്മയുടെ ശബ്ദം കേട്ടപ്പോഴാണ് ഒരു സമാധാനമായത്. ഇവിടെ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുന്ന പോലെ തോന്നുന്നത്. അതെന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നേ? ഞാൻ വിളിച്ചപ്പോ നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നല്ലേ പറഞ്ഞത്? ആണ്, അപ്പൊ അങ്ങനെ തന്നെയാണ് നടന്നത്. പക്ഷേ പിന്നീട് കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു. ഗിരിയും മഞ്ജും തമ്മിൽ ഇപ്പൊ നല്ല അടുപ്പത്തിലാണ്. അവര് വഴക്ക് കൂടില്ലെന്ന് മാത്രമല്ല, പരസ്പരം മനസ്സിലാക്കി സന്തോഷത്തോടെയാ കഴിയുന്നത്. നമ്മള് അമ്മ പറഞ്ഞ എല്ലാ വഴിപാടും